ചേച്ചി കഴിഞ്ഞ എന്ത് കഴിഞ്ഞു? ഗോതമ്പ് പൊടിച്ചു കഴിഞ്ഞു. അത് എത്ര നേരെ പൊടിച്ചു വെച്ചിരിക്കുന്നു? കാശ് വന്നിട്ട് എടുത്തോണ്ട് പോടാ. അല്ല ചേച്ചി, നമ്മുടെ സഖാവ് ചെത്തുകാരൻ കണാരൻ ചേട്ടൻ വരാറുണ്ടോ? കണാരേട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരേട്ടൻ വന്നാൽ കണാരേട്ടനല്ലേ കാര്യം? എന്താ? അല്ല, വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ. കണാരേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കണ്ടപ്പോ ഓടൂലേ? കണാരേട്ടനോ? അല്ല, ഞാൻ കാശ് കൊടുക്കാനുള്ളതുകൊണ്ടേ. കണാരേട്ടൻ നിന്നെ അന്വേഷിച്ചോണ്ട് നടക്കണ്ട്. ഈ കണാരേട്ടനൊന്നും ബുദ്ധിയില്ലട്ടാ. എന്തിനാണ് എന്നെ അന്വേഷിക്കണേ? എന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട. ചേറ്റുവത്തോണ്ട് നിന്റെ കയ്യും കാലും അരിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കട, കണാരേട്ടനും കട. പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി. കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനോ? ഇത് ഗോതമ്പൊടിയല്ലേ? അതെന്നെയാ പറഞ്ഞത്. ഗോതമ്പ് പൊടിച്ച് എന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി, അത് നീ എനിക്ക് എത്ര തരാണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പല തവണ പറഞ്ഞത് എഴുതി വെക്ക് എനിക്ക് മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കിടന്ന് ഓർത്തു വെക്കാൻ പറ്റൂ. എന്നാ ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ച എന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. എന്നത്താ? അല്ല, ഇപ്പോഴല്ല. ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലചരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്നേരാം. വരട്ടെ? അല്ല, കണാരം ഉള്ള വഴിക്ക് പോണ്ടെന്ന് പറയാ. നല്ല മാണിക്കാത്ത കുറ്റിക്കാടായിരുന്നു. അതൊക്കെ വെട്ടിനിരപ്പാക്കി തെങ്ങും കമ്പും ഒക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങുമേലൻ ജീവന്റെ ജീവനിരിപ്പു. പാമ്പേ, മലം പാമ്പേ. പാമ്പല്ലായിരുന്നു, പേടിച്ചു. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങിന്മേലൻ ജീവന്റെ ജീവനിരിപ്പു. അമ്മച്ചി, കാശെടുത്തേ. എന്റെ കാശെടുത്തേ. കാശിനായിരുന്ന? അയ്യോ, അത് അവിടെ വെച്ച് പറഞ്ഞാൽ പോരായിരുന്നാ. കാശെടുക്കണം, തരാം. കാശ് ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കുന്നു, ആരും കാണാതിരിക്കും. ഇത് പിടിച്ചേ, പിടിക്കേ. അത് ശരി. എടുത്തോ. വെള്ളം, ഒരു ഗ്ലാസ് വെള്ളോ? ഇതെന്തിനാ? കുടിക്കാൻ. കുടിക്കാനല്ല, ഈ വേണ്ട, ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗോതമ്പൊടി എന്തേ? അത് കണാരം കൊണ്ടുവരും. ബക്കറ്റ് മേടിച്ചോക്കാൻ മറക്കണ്ട. ഇപ്പൊ മനസ്സിലായോ? ഇത് നമ്മുടെ കണാരനല്ലേ? നിനക്കിത് എന്ത് പറ്റിയടാ? ഒരുമാതിരി വർത്താനം പറഞ്ഞു കേട്ടോ. എവിടെയാ നാറി? നാറിയോ? ആ, നിങ്ങൾ മോനെയായി ചോദിച്ചത്. കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരുവാക്കിയത്. കണ്ണി പൊടിയിട്ട് മുങ്ങുകാന്നില്ല അപ്പാട്ടി. നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ? അല്ല, അവന്റെ അപ്പന്റെ കാര്യം. വിളിക്കണ്ടവനെ. ഇറക്കി വിട്ടില്ല, സ്വഭാവം മാറും. ഇറക്കി വിടാൻ ഓനവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഓ പുറകിൽ കൂടെ മുങ്ങി. ഓ, എന്നാ പിന്നാലെ ഓടായിരുന്നില്ലടോ. അത് പിന്നെ ഞമ്മ മീൻ നിനക്ക് കിട്ടാനല്ലേ കുറച്ച് പൈസ. ഓനേത് ദുര്യാവിന്റെ ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോനാണ് ഓനെ ഞമ്മളെ പോക്കും. ഇങ്ങനൊരു നാറിയുടെ കൂടെയാണോ നീ ജീവിക്കുന്നത്? വരുമ്പോ പറഞ്ഞേക്ക്, അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഈ അവനെ കണ്ട എന്നോട് പറയാം. അത് ഞാൻ എന്താണ്? വേറെന്താ മീനുള്ളത്?
അയിലേണ്ട് ആകുലുണ്ട് ചെമ്മിനുണ്ട് കരിമീനുണ്ട് പച്ചക്കറി തള്ളക്ക് തരൂല. നീ എന്താ അങ്ങനെ പറയുന്നേ? തരാനുള്ള കാശ് വെക്കണല്ലേ, എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങ്. കയ്യിൽ കാശില്ലെങ്കിൽ എന്താ? വയസ്സാം കാലത്ത് തള്ളയുടെ പൂതിക്ക് ഒരു കുറവുമില്ല. ചാള ചാളേ. 2, 3, 4, 5. മുതലാളി മുതലാളി മുതലാളി. എന്താടോ കാര്യം? സന്തോഷായി. ഓഹോ, അപ്പൊ താൻ സന്തോഷായി എന്ന് പറയാൻ വേണ്ടി വന്നതാ? രക്ഷിക്കണം മുതലാളി, എന്റെ ജീവൻ അപകടത്തിലാ. അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ? ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട, പോയിക്കോ. അതല്ല മുതലാളി, എനിക്കൊരു 100 രൂപ വേണം. 100 രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ? ഫുള്ളായിട്ട് രക്ഷപ്പെടൂല, ലേശം രക്ഷപ്പെടും. സുമിത്രേ, ഒരു 100 രൂപ എടുത്തു കൊടുത്തേ. മോളെ 5ഉം 10ഉം ആയിട്ട് തന്നാ മതിയേട്ടാ, ഇല്ല അപകട. അപ്പോ 100 രൂപ ഒരുമിച്ച് വേണ്ടേ? അല്ല മുതലാളി, 5ന്റെയും 10ന്റെയും ചേഞ്ച് ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ. നാട്ടുകാർക്ക് വിധിച്ചു കൊടുക്കാനുള്ള കാശാ. 1, 2, 3. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇത് ഞാൻ മറക്കൂല മുതലാളി. താൻ മറന്നാലും ഞാൻ മറക്കില്ലടോ. ഈ 100 ഉറുപ്പിക അടക്കം 5750 ഉറുപ്പികയാണ് ഇപ്പൊ തന്റെ പറ്റ്. അപ്പൊ 10,000 രൂപയാകാൻ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? 4250 രൂപ കൂടി കൂട്ടിയാൽ 10,000 രൂപയാവും. അപ്പൊ ആ 4250 എനിക്ക് എപ്പ തരും? നിനക്ക് എപ്പ വേണം? നീ ആലോചിച്ച് പറ. വേണ്ട, മുതലാളി എന്നെ ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ നീ ആലോചിച്ച് പറയടാ. മുതലാളി ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറയടാ. എന്നാ 1 അരമണിക്കൂർ കഴിഞ്ഞ് വരട്ടെ. എന്തിന്? ബാക്കി 4250 ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ചേട്ടനെന്താ ഓടണേ? ഓടുന്നതല്ല മോളെ, ഓടിക്കുന്നതാ. മീന മോളെ ഇങ്ങോട്ടാ കാലത്തെ ഞാൻ തച്ചത് വാങ്ങാൻ. ചിൽഡ്ര ഉണ്ടാവും ഒരു 15 രൂപ എടുക്കാൻ. എന്റെ ഇല്ല. 15 തയ്ച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി. ഗതി പിടിക്കൂല ഇതൊന്നും. മീനെ വിളിക്കണ്. എന്തിനാ കാശാ? അതെന്താ കാശ്? എന്താണെന്ന് അറിയൂല അല്ലേ? നമ്മള് മീന്റെ കായ്. മീന്റെ കാശ് മീനോട് ഒതുക്കി മീൻ വാങ്ങിട്ടുണ്ട കായ്. ആദ്യം പറഞ്ഞാ പോലെ ഞാൻ തരൂലായിരുന്നു. മുണ്ടഴിക്കരുത്, ഒന്നുമില്ല. ഉണ്ടോ ഇല്ല എന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. അയ്യ അതല്ല, മുണ്ടഴിച്ച അടിയിലൊന്നും ഇല്ലെന്നാ പറഞ്ഞ. ഞമ്മടെ അടുത്ത് വേണ്ടടാ മാറേ. ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന്. കൊള്ളാലാടാ, അടക്കത് കണ്ടിന്യൂ ചെയ്യാട്ടാ. മോളാണ് വല്ലതിന്റെ. അപ്പൊ പോയി കഴിഞ്ഞാരെങ്കിലും ഒന്ന് താ. റബ്ബേ, ഇതിലൊക്കെ നമ്മൾ മീൻ മേടിച്ചു മാറ്റിയ. മീൻ എടുത്തിട്ട് എന്റെ മുണ്ട് ഇങ്ങെടുത്താ. നാളെ ഇല്ലാത്ത അടക്കെന്തിനാണ് മുണ്ട്? ഒയ്ക്കോ, എന്തെങ്കിലും തന്റെ മുണ്ട് അണ്ടർവെയർ അടക്കം ഞാൻ ഊരി എടുക്കൂടെ. കാക്കേ കാക്കേ എന്താ നീളം കേട്ടത്? കുളിക്ക. ഷർട്ടാക്കി ഇട്ടോ? ഷർട്ടിനെ ഇവിടെ ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി. രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ. അതെ, എനിക്ക് യമകണ്ഠക ശരീരം ദോഷമുണ്ട്. ആണോ? അതുള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം. ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം നല്ല ദിവസമല്ല, ബാക്കി 3 ദിവസം മോശ. ഓ, അപ്പൊ ശനി ഞായറോ? അന്ന് ഹോളിഡേ അവധി ദിവസം, അന്ന് ഇത് കുറി തൊടണ്ട. എന്നാലേ വേഗം കുളിച്ച് കയറിക്കോ. വേലിയർക്കാണ് വെള്ളം മുഴുവൻ വറ്റിപ്പോ. ആണോ? പറഞ്ഞത് നന്നായി. എന്തു പറ്റി? വേലിയിറക്ക. പിന്നെ നീയാണ്ടേട്ടാ? ഒരു പിന്നെ ഇല്ല. മുതലാളി. എന്താടാ, നീ പോയില്ലേ? ഞാൻ പോയിട്ട് പിന്നെ വന്നതാ. എന്റെ മാനം കാക്കണം മുതലാളി. കുറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത്, ഇനി മാനവും കാക്കണോ? എനിക്കൊരു മുണ്ട് തന്നാ മതി. സരോജിനി, നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്തേ. വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ ഉടുത്തിരിക്കണ മുണ്ട് തന്നാ പോരെ? ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ? മുതലാളി അകത്തല്ലേ. ആരാ മുണ്ടില്ലാണ്ട് വന്നേക്കണേ? അപ്പൊ അവൻ മുണ്ടെടുക്കാണ്ട വന്നിരിക്കണേ. സരോജിനി, നീ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് തന്നെ, ഞാൻ കൊടുത്തോളാം. എവിടേക്കാ ഇനി ആ കാഴ്ച കൂടി കാണണം. അകത്തേക്ക് പോടോ.
നാം ഉണ്ട് ആ ശ്രീകരൻ. പേടിക്കണ്ട മുതലാളി, ഞാൻ അജ്ഞനല്ല. ഇതാടോ തനിക്ക് പറ്റിയ വേഷം? ഇനി എന്തിനാടോ തനിക്ക് മുണ്ട്? തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ. ഇപ്പൊ വേലിയിറക്കാനാവൂ. വേലിയിറക്കായ തനിക്കെന്താ? അല്ല, തോട്ടിലെ വെള്ളം പറ്റിപ്പോവില്ലേ? വെള്ളം പറ്റിപ്പോയി തനിക്കെന്താന്ന്? ആ സ്ത്രീ പരിപൂർണ്ണ നഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിടിച്ചേ. ഇവിടെ നിന്ന് മാറാം. ആനക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് മാറി അതിനെ പേടിപ്പിക്കണ. പിന്നെ ആനല്ലേ പേടിക്കുന്നു. കെട്ടിക്കൊണ്ടുവന്ന കാലം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയതാ ഈ ഓട്ടം. കൂടെ ഞാനും കുറെ ഓടി. എന്തെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. സാവിത്രി, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഈ ഓട്ടം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കണില്ല. സാധിക്കാത്ത ആരുടെ കുറ്റം കൊണ്ട് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ? ഓ, ഇപ്പൊ തലയിലെഴുത്തിന്റെ കുറ്റായി. ഞാൻ ആരെയും കുറ്റം പറഞ്ഞൊന്നുമല്ല. ശരിയാ, എല്ലാ തെറ്റും എന്റേതാ. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇപ്പൊ ചോദിക്കുക, മനസ്സമാധാനത്തോടെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയും. സമ്മതിച്ചല്ലോ, സമ്മതിച്ചിട്ടുണ്ടാവും. ദേവി, തെറ്റ് പൊറുക്കണേ. ദേ, കടമാണ്. ഒടുക്കം നീലാണ്ടനെ കള്ളനാക്കരുത്. ദേവി, ഞാൻ കള്ളനല്ല, നീലാണ്ടനാ. ഈ നീലാണ്ടനല്ല, നീല കള്ളനാ. അയ്യോ, ദേവിയുടെ കാശാണല്ലോ കക്കുന്നത്. കക്കാനല്ല, കടം വാങ്ങാനാ. ഞാൻ ചോദിച്ചു, എടുത്തോളം പറഞ്ഞു. കടം വാങ്ങാൻ ദേവി എന്താ ഫൈനാൻസ് തുടങ്ങിയാടാ? അമുക്ക് ഇത് അമ്പലക്കാരിയാ, അന്യജാതിക്കാരുടെ വേണ്ട കേട്ടോ. പീതാംബരേട്ട, ഇതൊരു വർഗീയതകളായിട്ട് മാറ്റരുത്. ഇത്രയും നാള് നടവര പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാംബരേട്ടനെ സംശയിച്ചു. ഇപ്പോഴല്ലേ യഥാർത്ഥ ആളെന്നെ മനസ്സിലായത്. അയ്യോ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ നാട് വിടാൻ കാശില്ലാഞ്ഞിട്ട്. അപ്പൊ നീ നാട് വിടാൻ തീരുമാനിച്ചു? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കട ആര് വിട്ടും? അത് ഞാൻ നാട് വിട്ടു പോയി കാശുണ്ടാക്കിട്ട് തിരിച്ചു പോലീസിനെ വിളിക്കും. എന്നിട്ടെന്തിനാ നമ്മുടെ കാര്യം പോലീസ് തരുവാ? നീലാണ്ട, നീ നാട്ടുകാർക്ക് മുഴുവൻ കാശ് കൊടുക്കാല്ലേ? ഇല്ലേ ഇല്ലേ ഇല്ലേ? അത് കൊടുത്തു തീരുന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ അല്ലേ? എന്ന് പറഞ്ഞാ എന്താ? പൊതുസ്വത്ത്. അതുകൊണ്ട് നീ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഇല്ല, പോണില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കടാരോ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണമല്ല. നീലാണ്ടന്റെ കടം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം. ഈ പഞ്ചായത്തിന് മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൂട്ടി തീരുമാനത്തിലെത്താം. എന്താ? നീലകണ്ഠൻ കാശ് കൊടുക്കാനുള്ളവരുടെ മഹാസമ്മേളനം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമ്മുടെ നീലകണ്ഠൻ എവിടെ? ആളെ കാണാനില്ല. ഒരു നല്ല കാര്യത്തിന് വരുമ്പോ കള്ളിമുണ്ട് എടുത്തിട്ട് വരിക. വെള്ളം ഉണ്ടായിക്കൂടെ? അന്നേമുണ്ടും ചെല്ലു ചെല്ലു. അഖിലാണ്ട മണ്ഡല മണിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദം ദീപം കൊളുത്തി പരമാര മതി മതി, അവിടെയും കടം പറഞ്ഞ പരമാരും അവിടെ ഇല്ലേ? എന്താ വേണ്ടേ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം. നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ കടം കൊടുക്കേണ്ടി വന്നത്. അയാളുടെ നിന്ന് മേടിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ ഇടയിൽ സംസാരിക്കേണ്ട ഇതൊരു യോഗമാണ്. ആരുടെ യോഗമാണ്? നീലാണ്ടന്റെ യോഗം, അല്ലാണ്ട് ആരുടെ യോഗമാണ്? നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അത് പറ്റില്ല. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ ഒരു ആശംസ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ. എന്താ? നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കണത്, കാശ് മേടിക്കാനാണ്. അത് പറയാം. വേണ്ട, തർക്കം വേണ്ട. ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കടം വാങ്ങിയ നീലകണ്ഠന് കണക്കറിയില്ല, പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്കുക. പീതാംബര, ഇവരെ കണക്ക് മേടിക്ക്. രാവുണ്ണി മുതലാളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ.
വളരെ കൃത്യമായി സത്യസന്ധമായി നീലാണ്ട കടം എല്ലാരും പടപടയെന്ന് പറഞ്ഞ് വേണം കേട്ടോ. പീതാംബരേട്ട എന്താ കണക്ക്? 500 പാല് 86 രൂപ. വേണ്ട കേട്ടോ. എന്റെ കണക്ക് മറക്കരുത്. 600 4370. ജോസൂട്ടി എത്ര? പാല് കുടിച്ചിട്ട് നന്നായില്ലോടാ നീ. നമ്മുടെ മീൻ്റെ മൊയ്തൂര് എത്ര? 678 പലിശ ഉൾപ്പെടെ. 78 രൂപയോ? പലിശ ഉൾപ്പെടെ 650. ഈ നമ്പർ 23 രൂപ 50 പൈസ. പീതാംബര കണക്ക് റെഡിയായില്ലേ? റെഡിയാ മുതലാളി. ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ. വരിക. എന്നാ മുതലാളി ഈ കണക്ക് എന്നെ ഇവിടെ പിടിച്ചു കയറ്റി. തോട്ടുങ്കര നിവാസികളെ, നിങ്ങളേവരും കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ചെന്നെ പ്രോത്സാഹിപ്പിക്കണം. പലചരക്ക് സത്യവാൻ 3000 രൂപ, വെടി വഴിപാട് 46 രൂപ, റേഷൻ കട കുമാരൻ 110 രൂപ 75 പൈസ, ചെത്തുകാരൻ സഖാവ് കണാരൻ 4250 രൂപ, മൊയ്തു മീൻ 68 രൂപ. മൊയ്തു മീൻ അല്ല, മൊയ്തു മീൻ. അപ്പൊ ഒരു കോമിട്ടുള്ളൂ. മൊയ്തു മീൻ 68 രൂപ, വാസു കള്ള് 175 രൂപ, പത്മാവതി പാല് 80. പത്മാവതി പാലല്ല, പത്മാവതി പാല്. അപ്പ ആ കോമെടുത്ത് ഇവിടെ വെച്ചൂടെ? പത്മാവതി പാല് 86 രൂപ, ബാർബർ നാണു 1750. തലയാണല്ലേ. അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക 1,37,433 രൂപ 50 പൈസ. ഇത്രയും വലിയ തുക ഇത് ആര് കൊടുക്കും? നീ കൊടുക്കും. അല്ലാണ്ട് ആരും കൊടുക്കാനാ? എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും. നീലാണ്ട അവിടെ പോയി. മറന്നുപോയോ? അല്ലോ മോനെ കേശവ, ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ്. ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി. നീ എന്റെ കൂടെ നിൽക്കണം. ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്കള്ള് വാങ്ങിച്ചു തരും. നീ അതോട് ചലമ്പുണ്ടാക്കാൻ നിൽക്കണം. കളി ആരംഭിക്കാം. നീലാണ്ട നീ എന്ത് വിവരക്കാരാണ് കാണിക്കുന്നത്? അതെ, എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത്. കടം മേടിച്ച കാശ് മടക്കി കൊടുത്തിട്ട് വർത്തമാനം പറയണ. മടക്കി കൊടുക്കാതെ ഞാൻ വർത്താനം പറയുള്ളൂ. നീ ഈ കയറി കൊടുക്കിട്ട് എന്ത് കാണിക്കാൻ പോവാ? ഞാൻ കയറെ കൊടുത്തിട്ട് ഊഞ്ഞാലാടാ പോവുക. കയറെ കൊടുത്തിട്ട് അറിയില്ലേ തൂങ്ങിച്ചാവാൻ പോവാണെന്ന്. എടാ, പോലീസിന് ഫയർഫോഴ്സിനും ആള് പോയിട്ടുണ്ട്. അവര് വന്നാ നീ അകത്താ. അകത്താവണം ഞാനല്ല, നിങ്ങളാ. ഇത് കണ്ടോ ആത്മഹത്യാക്കുറിപ്പ്? എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാക്കുറിപ്പ്. എടാ, നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം. ഒരു പരിഹാരം കണ്ടോ? മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു. അത് എനിക്കിട്ട് തള്ളാനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ, നീ ഇറങ്ങി വാടാ. ഇല്ല, ഞാൻ ചാകാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ എടാ, നീലാണ്ട, നീ എന്താ കാണിക്കുന്നത്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും ഒന്ന് പിടിക്കേ. എന്നാ കുട്ടാ, കഴിച്ചോ? ശരിക്കും കഴിച്ചോ? ഈ ഓറഞ്ച് കൂടെ കഴിക്കും. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. റബ്ബില്ലാലബിലാലെ പടച്ചാമ്പരാലെ ഇച്ചിരി ബൈകാണെങ്കിൽ ഇപ്പോഴെങ്കിലും അറിയാനായി അല്ലേ? അല്ല, നമുക്ക് എവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട. വീട്ടിൽ അറിയിക്കണ്ട. എന്താ? വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേൾക്കേണ്ടി വരും. ഓ മോനെ നീലാണ്ട, ദേ ആപ്പിളം കഴിച്ച് ആ. തടിഞ്ഞു പോരട്ടെ. ഇതാ കഴിച്ചു. നീലാണ്ട, അരയില് കുപ്പി ഇരിപ്പുണ്ട്, ഒരെണ്ണം ഒഴിക്കട്ടെ. ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ. അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും. എല്ലാവർക്കും വേണ്ടേ സേവിക്കാൻ ഒരു അവസരം. ഓ, എന്താടാ കുട്ട നീ കരയണേ? ഇവരുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോ സഹിക്കാൻ പറ്റണ്ട മുതലാളി. നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്. അറിയില്ലേ? അതെന്തിനാ? മരത്തിന്ന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ? അയ്യോ, ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ? അല്ലേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടെ അങ്ങോട്ട് എഴുതി തള്ളാം. എഴുതി തള്ളാനോ? താമര തന്നെ അങ്ങോട്ട് എഴുതി തള്ളിക്കോ. എനിക്ക് എന്റെ കാശ് കിട്ടണം. ആരൊക്കെ എന്തൊക്കെ ഈ തള്ളിയാലും നമുക്ക് നമ്മുടെ മീന്റെ കായ് കിട്ടണം. എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം. അപ്പൊ എന്റെ പാലിന്റെയോ? എന്റെ ഭഗവതി, ഇതെന്തൊരു പരിമായം. എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത്. എടാ മോനെ, ഇതാടാ ജീവിതം. എനിക്ക് ജീവിക്കണ്ട മുതലാളി, ഇത്തിരി വിഷം മേടിച്ചു താ. എടാ കാണാരാ, അവൻ പറയണത് കേട്ടില്ലേ? ഈ ചത്താപ്പിന് ഞങ്ങളുടെ കാശാരി തരും.
ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ലോ, ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റും. ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുള്ളൂ. എന്നാ വഴിയാ? ഗുസ്തി മത്സരം, വമ്പിച്ച ഗുസ്തി മത്സരം, ക്ഷേത്ര മൈതാനിയിൽ വമ്പിച്ച ഗുസ്തി മത്സരം. പ്രിയമുള്ളവരെ, തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പൊന്നോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ. നേരും കൊടുമയിൽ ചൂടാനൊരു കൊടുമുല്ല മലർമാല കോർത്തു വെച്ചു. മൊയ്തോ, എന്താ ഈ പാതിരാത്രിയില്? പെരുത്ത് നാളായി നമ്മുടെ ഗൾബിന്റെ അകത്ത് ഒരു ആഗ്രഹം. എന്ത്? അല്ല, ദമയന്തിന്റെ കൂടെ ഇറങ്ങണ ഒച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത്. മോനെ പോകണ്ടെങ്കിൽ നീ എന്താ ഇവിടെ? അല്ലാതെ പിന്നെ ഞമ്മ മീന്റെ കായന്ന് വന്ന നീന്റെ കാശ് പാതിരാക്കാടോ മീൻ കച്ചവടം. ഞമ്മ ദമയന്തിക്ക് നിന്റെ സൂക്കറിക്ക് മനസ്സിലായി. മേലാലി ബൈക്ക് കണ്ട നിന്റെ കാലിയെ തല്ലി പോടാ പോടാ ഇവിടുന്ന്. കിട്ടുന്നു കൊടുക്കാറില്ലേ ചേട്ടാ? നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നതുകൊണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കാണാനായിട്ടിന്? എനിക്ക് അങ്ങനെ വലിയ വിശ്വാസക്കുറവൊന്നും ഇല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. കാണാനായിട്ട് ഇങ്ങനെ പോവണ്ട. പോകാനല്ലല്ലോ ഞാൻ വന്നത്. തോട്ടുകടലിലേക്ക് സ്വാഗതം. ആകെ മനുഷ്യന്റെ കേസിലേക്ക് പറക്കാൻ പറ്റുന്നേ. ഞാൻ ഫയൽവാൻ. അപ്പൊ അതോ അതെന്റെ അസിസ്റ്റന്റ്. എന്താ ആ മാല ഒരു വിടറ അങ്ങാട് കൊണ്ടുപോവാ അസിസ്റ്റന്റ്. ഇതെന്താണ് ഇങ്ങനെ ഇട്ടാലോ എടുത്താലോ? അതാടാ ഫയൽവാന്മാരുടെ ഒരു രീതി. നീ അങ്ങോട്ട് ഇട്. പടക്കം അതൊക്കെ പൊട്ടിച്ച് തീർന്നു. ആരാ? ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അപ്പച്ചൻ. ഒളിമ്പൻ ഭൂതം അൽപ്പച്ചനാ? നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓൻ കലക്കും. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? നീ ആരാ? ഞാൻ കണാരൻ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ആന്ത് സാധനോടാ? ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ. പിന്നെ കണാരട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂന്ന് വിചാരിച്ചതാ. അയ്യോ ഭയമാനെ, മരണത്തിന്റെ മറികടയിൽ ഇന്നലെ ഇങ്ങോട്ട് നീന്തി വന്ന മനുഷ്യനായി ഇവൻ. എന്നാ അങ്ങോട്ട് പോട്ടെ. മരണവും മറുപടിയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് വിശക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതിന് നിന്റെ വീട്ടിൽ കിടക്കാം. എന്റെ വീട്ടിലേക്കാ. അത് കൊള്ളാം. അയ്യോ, ഇതാണോ മോനെ നിന്റെ കടം വീട്ടാമെന്ന തല്ലുകാരൻ? തള്ളേ, തല്ലുകാരനല്ല, ഭയൽവാൻ. ഭയൽവാൻ. അമ്മ, ഈ പയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ. ആണോ? മോനിരിക്കി. ആ ഇരുത്താൻ വരട്ടെ. ആദ്യം ഈ അപ്പച്ചുള്ള ഫുഡ് വരട്ടെ. അമ്മ, ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം. ഭക്ഷണം എന്താ മെനു കാർഡ് വേണോ? അയ്യോ, കാശൊന്നും വേണ്ട. എന്റെ ഗുസ്തിക്കാരൻ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു എന്ന് വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞ എന്റെ പട്ടി പിടിക്കും. അമ്മ, എടുക്കട്ടെ അസിസ്റ്റന്റ്. ഞാൻ പോവാണ്. പോലെ പഴങ്കഞ്ഞി കുടിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമിലി ഫുഡാ ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ഈ പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതിയതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്. ഗുസ്തിക്ക് മാത്രമല്ല, അസ്ഥിക്കും നല്ലതാണ്. അത് ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എനിക്ക് മതി. ഈ പഴങ്കഞ്ഞി മതി. ഓന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം.